ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഒരു ടെറേറിയം ഉണ്ടാക്കി വെക്കാനാണ്, ഒരു മിനി എക്കോസിസ്റ്റം. ഇതാണ് സംഭവം അറിയാത്തവർക്കായിട്ട്. അപ്പോൾ നമ്മുടേതായ രീതിയിൽ എങ്ങനെ ഒരു ടെറേറിയം ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. ഇവിടെ ഭയങ്കര വെയിൽ, കണ്ണ് കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോവാം. ആദ്യം നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഇതേപോലത്തെ ഒരു ബൗളാണ്. ഇത് ഞാൻ പണ്ട് മീനിടാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് തന്നെ ആവണമെന്നില്ല, പലതരത്തിലുള്ള ഇഷ്ടമുള്ള സാധനം നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഇതേപോലത്തെ ഒരു പായലാണ്. ഇതാണ് നമ്മുടെ ടെറേറിയത്തിൻ്റെ മെയിൻ ഐറ്റം. ഒരു ഗ്രീനി എഫക്റ്റൊക്കെ നമുക്ക് കിട്ടും. ഇത് നമുക്ക് ചെത്തി വീട്ടിൽ കൊണ്ടുപോകാം. ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു പായൽ എടുത്തിട്ടുണ്ട്. ഗൈസ് നോക്കിയൊരു മല പോലെ ഇല്ല ഇത്. ഗൈസ്, ഇതിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം എന്താ അതിൻ്റെ പേരെന്ന്. അപ്പോൾ നമ്മൾ ടെറേറിയത്തിൻ്റെ അകത്തിട്ടായിട്ട് കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. ആ മണ്ണ് എവിടെ നിന്ന് എടുത്തതെന്ന് ചോദിച്ചാൽ, ഇവിടെ കുറേ ചെടിയുണ്ട്. അപ്പോൾ എല്ലാ ചെടിയുടെ സൈഡിൽ നിന്ന് കുറച്ചായിട്ട് തോണ്ടി എടുത്തേണ്ടതാണ്. അത് നല്ല വളമുള്ള മണ്ണ് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. അപ്പോൾ നമുക്കിത് നമ്മുടെ ബൗളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ചെറിയ സ്ലോപ്പ് പോലെയാണ് നമ്മൾ ബേസ് ശരിയാക്കി എടുത്തേക്കുന്നത്, മണ്ണിട്ട് ലെവലാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് ഇവിടെ ഒരു ഫോട്ടോ കൊടുക്കാം. അപ്പോൾ അത് കണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ പണ്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ചെറിയ മെറ്റൽ പീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റെയർ പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. മേളിലോട്ട് ഒരു വീട്ടിലോട്ട് ഹൈറ്റുള്ള വീട്ടിലോട്ട് കയറുന്ന പോലെ സ്റ്റെയർ പോലെ നമുക്ക് വെച്ച് കൊടുക്കാം. Running faster and faster. I don't know where we're after, yeah. We keep up with desire. ഗൈസ്, നമ്മുടെ ഐറ്റം കാണാൻ എങ്ങനെയുണ്ട്? കിഡുമായിട്ടിരുന്ന ഒരു നാച്ചുറൽ ഫീലിംഗ് കിട്ടണല്ലേ. ഇപ്പം ഒരു എക്കോ സിസ്റ്റം പോലെ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഇത് കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇതിനകത്ത് ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ നോക്കിയ ഗൈസ്, ഈ കല്ലൊക്കെ ഇങ്ങനെ വെച്ചേക്കണ്ട, ചെറിയ മെറ്റൽ പീസ് സ്റ്റെയർ പോലെ വെച്ചേക്കണൊക്കെ നൈസായിട്ടില്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് ഇട്. അപ്പോൾ നമുക്ക് ചെടി വെക്കാൻ പോവാം. ഗൈസ്, നമ്മൾ 2-3 ഐറ്റംസ് ഡെക്കറേറ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് കല്ലെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഉണക്ക കമ്പ്, പിന്നെ 2 ചെടിയുടെ 2 പീസ് കിട്ടാം. ഇതാണ് നമ്മൾ എടുത്തേക്കണത്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെക്കാം. ഡെക്കറേറ്റ് ചെയ്യുന്ന എല്ലാ ഐറ്റങ്ങളും നമ്മൾ വെക്കേണ്ട സ്ഥാനത്ത് തന്നെ വെക്കണം കേട്ടോ. അതായത് കുറേ ഐറ്റംസ് വെച്ചാൽ നമുക്കൊരു ഭംഗിയായിട്ട് തോന്നില്ല, ഒരു അഭംഗിയായിട്ട് തയ്ക്കും. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വെക്കുക. അപ്പോൾ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നല്ല കിഡിലായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കഴിവ് വെച്ചാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കഴിയുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അടിപൊളിയാക്കാൻ പറ്റും, അങ്ങനെ ചെയ്യാം. ടെറേറിയം എന്ന് പറഞ്ഞാൽ ഇതല്ല കേട്ടോ. അപ്പോൾ നമ്മുടേതായ രീതിക്കാണ് നമ്മളിപ്പോൾ ചെയ്യണത്. ചെറിയ വേരുള്ള ചെടിയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. വെള്ളം ഒഴിച്ച് കൊടുത്താൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കിട്ടാത്തതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കമ്പടിച്ച് വെക്കണത്. ഗൈസ്, നമ്മുടെ ടെറേറിയത്തിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടായി. നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ്? കിടിലൻ വീഡിയോ അല്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.